രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം കൊഴുത്തപ്പോൾ കച്ചവടം പൊടിപിടിക്കുന്ന ഒരിടമുണ്ട് തിരുവനന്തപുരത്ത്. കൊടികൾ, തോരണങ്ങൾ, ഷാളുകൾ, തൊപ്പി, കുട എന്ന് വേണ്ട സകലതും ഇവിടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ചിഹ്നങ്ങളുമുണ്ട്. കഴിഞ്ഞ 15 വർഷമായി തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ രംഗപടം നിർവഹിക്കുന്ന ഒരു കൊടിക്കട വിശേഷമാണ് ഇനി. കടുത്ത ചൂടാണ് സംസ്ഥാനത്ത്. പക്ഷേ ഈ ചൂടിനെ കരുതി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവർ കുടയും തൊപ്പിയും ഒക്കെയായി ചൂടിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഈ കുടയും തൊപ്പിയും കൊടിതോരണങ്ങളും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ. സുലൈമാനിക്കയുടെ കൊടിക്കട. പ്രാവശ്യം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. സമയം പ്രിൻ്റ് ചെയ്തെടുക്കാനൊക്കെ സമയം എടുക്കുന്നുണ്ട്. പ്രിൻറ്റിങ് മെറ്റീരിയൽസാണ് ഞങ്ങൾ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള സമയങ്ങളിൽ ഈ സംഘടനകളുടെ ആവശ്യങ്ങൾ ഉണ്ടാവും. അവർ വന്ന് കൊടി ആവശ്യപ്പെടും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിൻ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവരൊക്കെ അലങ്കാര വസ്തുക്കളാണ് കൂടുതലും. കൊടിയൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ കൊടിയുടെ ആവശ്യകത കുറവായിരിക്കും. ബാക്കി അലങ്കാര വസ്തുക്കളായിരിക്കും കൂടുതലായിട്ട് അവർ വാങ്ങുന്നത്. കോമൺ പാർട്ടികളുടെയൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അവർ വന്ന് വാങ്ങിച്ച് പോകാറുണ്ട്. ചിലർ ബൾക്കായിട്ട് ഓർഡർ തരാറുണ്ട്. മറ്റല്ലാതുള്ളതൊക്കെ ആണെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ചിഹ്നങ്ങളും അവരുടെ കൊടികളുടെ നിറമനുസരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. തിരുവനന്തപുരം സെൻട്രലിലെ CMP സ്ഥാനാർത്ഥി CP ജോണിന്റെ പുതിയ കൊടിയാണിത്. കപ്പൽ ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയാണ്. കപ്പൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ കൊടിയാണ് സുലൈമാനിക്ക ഇപ്പോൾ ഏറ്റവും പുതുതായി ചെയ്തിരിക്കുന്നത്. ഈ മത്സരത്തിൽ, അതായത് തിരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം വലിയ മത്സരം നടക്കുകയാണെങ്കിലും ഇവിടെ സുലൈമാനിക്കയുടെ കടയിൽ അവരെല്ലാവരും ഒരുമിച്ചാണ്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.